ഇനി ആരും 2000 3000 ഒക്കെ രൂപൻ്റെ ഫേസ് ക്രീമൊക്കെ വാങ്ങി കിഡ്നിയൊക്കെ അടിച്ച് പോകുന്ന രീതിയിൽ തേച്ചുണ്ടാക്കിയിട്ട് മുഖം വെളുക്കാനൊക്കെ പൂതിയുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഒരൊറ്റ ക്യാരറ്റ് വെച്ചിട്ട് എത്ര ദിവസം എന്നറിയോ, 6 മാസം വരെ തേക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഫേസ് ക്രീമാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണ്ട കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഇതിലേക്ക് ചേർത്ത് ഇൻഗ്രീഡിയൻസ് ഒന്നും അറിയാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൈച്ചിങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരാനൊന്നും കഴിയൂല. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണോ ചെയ്തത് അത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. പിന്നെ ഇത് നമുക്ക് ഒരുപാട് പൈസൻ്റെ ചിലവോ ഒന്നുമില്ല. പിന്നെ ഇത് തേക്കാൻ വേണ്ടിയിട്ടുള്ള പ്രായം പറയുകയാണെങ്കിൽ കുഞ്ഞു പൈത മക്കൾ മുതൽ പ്രായമായവർക്ക് വരെ യാതൊരു പ്രശ്നമില്ലാതെ തേക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചില ക്രീമുകളൊക്കെ ഇപ്പം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്, അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കിഡ്നിയൊക്കെ അടിച്ച് പോകുന്നതാണ് മക്കളെ. എന്തൊക്കെയോ മെർക്കുറിയും പലതും ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കിയാൽ എന്തായാലും അത്യാവശ്യം നല്ല കളറൊക്കെ കിട്ടും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട സാധനമാണ് കിഡ്നി. അത് അടിച്ച് പോയിട്ട് പിന്നെ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കളറ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല നല്ല ക്രീമുകളൊക്കെ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇതാ ക്യാരറ്റിനെ കുറിച്ചിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ. ക്യാരറ്റിൻ്റെ ഓയിലൊക്കെ എല്ലാവരും ഉണ്ടാക്കാറും തേക്കാറും ഒക്കെ ഉണ്ട്. ക്യാരറ്റ് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടൊക്കെ കുടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ശരീരം വെട്ടിത്തിളങ്ങും. അതുപോലെ തന്നെ ഒരു ദിവസം കുടിച്ചാലൊന്നല്ല, ദിവസങ്ങളോളം കുടിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ശരീരം നല്ലോണം വെളുത്ത് തുടിക്കൽ മാത്രമല്ല, നമുക്ക് രക്തം ഇഷ്ടം പോലെ രക്തം ഉണ്ടാവും. പിന്നെ ഒരുപാട് അസുഖങ്ങൾ തടയാൻ കഴിവുള്ള ഒരു സാധനം കൂടിയാണ് ഈ ഒരു ക്യാരറ്റ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് വെച്ചിട്ടാണല്ലോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. ക്യാരറ്റിന് വലിയൊരു വിലയോ കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം മതിയാവും. ഒരെണ്ണം ചെയ്താൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് കുറേ ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ എടുത്തിങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ ആ ക്യാരറ്റൊക്കെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയൊരു ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസിൻ്റെ മേലെ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരിപ്പ വെച്ചിട്ട് ആ ഒരു ചണ്ടി ഒന്ന് മാറ്റിയെടുക്കണം. കാരണം ചണ്ടി ഇതിലുണ്ടാവാൻ പാടില്ല. നമ്മൾ മുഖത്തായാലും ശരീരത്തിലായാലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ചണ്ടിങ്ങനെ ഉരുണ്ട് കളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിത് നല്ലോണം അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അരിച്ചെടുക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പം കുറച്ച് വലിപ്പമുള്ള അരിപ്പിയിൽ വെച്ചിട്ട് അരിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൽ കാര്യമായിട്ട് ചേർക്കുന്നത് നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ചേരുവയാണ്. അതും കൂടെ ചേർത്തിട്ടാണ്ടത് ഉണ്ടാക്കണേ. ഏതായാലും ഞാനിത് ഒന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് ഈ അരിച്ച ചണ്ടി ഇട്ടെടുത്തല്ലോ, അപ്പോൾ അതിൽ കുറച്ചും കൂടെയൊക്കെ ബാലൻസ് ഉണ്ടാവും ഇതിൻ്റെ നീര്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ജാറൊന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കാം. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ മുഴുവൻ അതിൻ്റെ ആ ഒരു നീര് മുഴുവനും ഇതിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ 2 പ്രാവശ്യമൊക്കെ ഒന്ന് വെള്ളം കൂട്ടിയിട്ട് ഒരുപക്ഷെ എനിക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ അടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്ത പോലെ കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി ഈ ഒരു അരിപ്പിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇതുപോലൊരു ബൗളെടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് ഇതുണ്ടല്ലോ കമ്പത്തിൻ്റെ പൊടി, ചോളത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലെപ്പോഴും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ അധികം വീട്ടിലിപ്പോൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ചിക്കൻ പൊരിക്കുന്ന സമയത്തും ബീഫ് പൊരിക്കുന്ന സമയത്തൊക്കെ അധികം ഈ ഒരു കോൺഫ്ലോർ നമ്മൾ ഉപയോഗിക്കാറുള്ളതുകൊണ്ട് തന്നെ അധികം ആളുകൾ വീട്ടിലുണ്ടാവും. അപ്പോൾ ആ ഒരു കോൺഫ്ലോർ 2-3 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കോൺഫ്ലോർ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കലക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കട്ടകളൊക്കെ ഉടയാൻ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറൊരു ബൗളിൽ കലക്കിയെടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് കട്ടെടുക്കാനൊക്കെ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാ ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം ഇളക്കുമ്പോഴേക്കും ഈ ഒരു കോൺഫ്ലോർ അല്ലേ അത് പെട്ടെന്ന് തന്നെ ചൂടാവുമ്പോഴേക്കും ഇതുപോലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാവും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കത്തിച്ചാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടണം കേട്ടോ, തിളക്കാതിരിക്കരുത്. തിളച്ച് കഴിഞ്ഞെങ്കിൽ നമുക്കിത് കുറച്ച് കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. തിളക്കൽ കുറവായി കഴിഞ്ഞാൽ ഇത് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ലൂസായിട്ടാണ് നിൽക്കുന്നത്, എന്നാലും നമുക്കിത് ഓഫ് ചെയ്യാം. കുറച്ചൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇത് നല്ല പോലെ ഒന്ന് തിക്കായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് തിളച്ചോട്ടെ. ഇനി നമുക്ക് ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ ഈ ക്യാരറ്റ് നമുക്ക് ശരീരത്തിൽ പുരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കളറൊക്കെ വെക്കുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഹെൽത്തുമാണ്. നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെക്കാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. ആ ഒരു ടൈമിൽ ഇതാ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിതിങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും കാണില്ല, വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ മറന്ന് ഈ ഒരു മെഡിസിൻ ഈ ഒരു ഗുളിക ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണോ എന്ന് എനിക്കറിയില്ല. ഓൺ ചെയ്തിട്ടുണ്ടാവില്ല, അതായിരിക്കും കാണാത്തത്. ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് സ്കിപ്പായി പോകില്ല. ഏതായാലും ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരെണ്ണം ഇതിൽ നിന്ന് എടുക്കണതും പൊട്ടിച്ച് വയ്ക്കണതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ക്യാപ്സൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ നമ്മളെപ്പോഴാണോ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒത്തിരി അലോവേരൻ്റെ ജെല്ല് നമ്മളെ വീട്ടിലുള്ള കറ്റാർവാഴ എടുത്തിട്ട് അതിൻ്റെ ജെല്ലെടുക്കരുത് കേട്ടോ. അതൊരു പക്ഷേ നിങ്ങൾക്ക് ചൊറി വരാനൊക്കെ സാധ്യത ഉണ്ടാവും. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ കിട്ടുന്ന ആ ഒരു അലോവേരൻ്റെ ജെല്ലുണ്ടല്ലോ, നല്ല സ്മെല്ലൊക്കെ ഉള്ളതാണ്. ഇതുപോലുള്ള ഇതാവുമ്പോൾ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ചൊറി അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ കുട്ടികളൊക്കെ കൂടെ കിടക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ജെല്ലും കൂടെ ചേർത്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക, നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇതിനൊരു പ്രത്യേക ഒരു സ്മെല്ലാണ്. ഈ ഒരു അലോവേര ജെല്ല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് യൂസ് ആക്കുമ്പോൾ നമ്മൾ വീട്ടിൽ അലോവേരയ്ക്ക് പ്രത്യേകിച്ചൊരു സ്മെല്ലോ കാര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് എന്തായാലും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ അധികം ആളുകൾക്കും അതിനൊരു അലർജി ഉണ്ടാവും, ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകം പറയണത്. നമുക്കിവിടെ വിറ്റാമിൻ ഇ ക്യാപ്സൂള് വലിയൊരു വില ഒന്നുമില്ല കേട്ടോ. ഒരു 15-20 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് ഒരെണ്ണം മതിയാവും ഇത്രയും ഇതിലേക്ക്. ഇത് നമ്മുടെ മുഖത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടല്ലോ ഉള്ളിലേക്ക് കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ഇനിയിപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ ഇതൊന്നുമില്ല, വെറുതെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മുഖത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. മിക്ക ആളുകളുടെ മുഖത്തുണ്ടാവില്ലേ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ, മുഖക്കുരുവൊക്കെ വലുതായിട്ട് ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ പാടുകളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. പിന്നെ ഈ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവും ഒരുപാട് പാടുകൾ വരാൻ. ഈ 35-40 കഴിഞ്ഞാൽ കണ്ണിൻ്റെ ചുവട്ടിലൊക്കെ ഒരുപാട് കറുപ്പും അതുപോലെ തന്നെ കരിമങ്ങല് എന്നൊക്കെ പറയുമല്ലോ, ഈ കരിമങ്ങലം പോലത്തുള്ള പാടുകൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളിന് നമ്മളെ സഹായിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വിറ്റാമിൻ ക്യാപ്സൂൾ വാങ്ങിയിട്ട് ഇതിൽ ഒന്ന് കൂട്ടിയിട്ട് തേക്കട്ടോ. അത് നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ മുഖത്തല്ല കയ്യിലാണ് തേച്ച് കാണിക്കുന്നത്. ഇതുപോലെ നല്ലോണം മസാജ് ചെയ്യണം കേട്ടോ. രാത്രിയിൽ തേക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ നമ്മൾ അരിപ്പൊടി അത്തരം സംഭവങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ ആവില്ല കേട്ടോ. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ മുഖം ഒന്നിങ്ങനെ കാക്കുമ്പോൾ മുഖം ചുളിയാനും വലിയാനും ഒക്കെ സാധ്യത ഉണ്ട്. പക്ഷേ കോൺഫ്ലോർ ആകുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഇത് തേച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് മുഖം കഴിയുമ്പോൾ ഒരുപാട് മാറ്റം നിങ്ങളുടെ മുഖത്തിനുണ്ടാവും കേട്ടോ.
അപ്പം അലോവേര ജെല്ലും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ ചേർത്തിട്ട് തന്നെ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു മുഖത്ത് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരുവിധം ക്രീമുകൾ മുഖത്ത് തേക്കാനുള്ള സൺസ്ക്രീമോ അങ്ങനത്തെ ഒരുപാട് ക്രീമുകളിലൊക്കെ ഈ ഒരു വിറ്റാമിൻ ക്യാപ്സ്യൂൾ ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മളും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊന്നും പോയിട്ട് ഇതൊന്നും വാങ്ങി തേക്കേണ്ട. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.